ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു കിച്ചു, എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും രേണുസുതി ചർച്ചാ വിഷയമാകുവാണ്. അപ്പൊ ഇപ്പോ ചർച്ചാ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മോനെ കിച്ചു, അമ്മയെ വെറുതെ വിട്, അമ്മേനെ വെറുതെ വിട്, അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ രേണുസുതി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു വന്നിട്ട് രേണുവിന്റെ പഴയ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങളും അതിനുശേഷം രേണുവിന് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ടൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് അഭിപ്രായം പറയാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു, ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പൊ അവൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പൊ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. അപ്പൊ ഇതാണ് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ. എല്ലാവരും ചോദിക്കുന്നു, എന്താണ് അമ്മയെ കാണാൻ പോവാത്തത്? അമ്മയ്ക്ക് ഇത്ര വലിയൊരു രോഗമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കിച്ചു പോകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് കിച്ചു വന്നത്. അതിൽ രേണുസുധിയുടെ പഴയ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അവന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നതിലും കാര്യമില്ലാതില്ല. കാരണം അവന്റെ വളർത്തമ്മയാണെങ്കിലും എന്താന്ന് പറഞ്ഞാലും രേണു കാണിച്ചു കൂട്ടിയത്, സബ്സ്ക്രിപ്ഷന്റെ പേരിൽ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഋതപ്പൻ എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചറിവായിട്ടില്ല. പക്ഷെ കിച്ചു അങ്ങനെയല്ല. കിച്ചുവിന് കാര്യപ്രാപ്തിയായി എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു 22 വയസ്സുള്ള ഒരു പുരുഷനാണ്. അപ്പൊ അവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇപ്പൊ രേണുവിന് എത്ര വലിയ അസുഖമെന്ന് പറഞ്ഞാലും അവനെ അതൊന്നും മറന്നിട്ട് കാണാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോ ഈ ഒരു വീഡിയോ കിച്ചു ഇട്ടതിന് ശേഷം അതിനൊരു മറുപടി ആയിട്ട് രേണു എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 2 ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സമയത്ത് കിച്ചു ഇത് വന്ന് കാണിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞതും അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതൊന്നും ഇപ്പോഴല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇതൊക്കെ കിച്ചു ആ സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. അന്ന് കിച്ചു ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ ഇരുന്നു. ഇപ്പൊ രേണുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന്, ഇങ്ങനെ ഒരു രോഗം വന്ന് അവര് ഇത്രയും ഒരു അടിപെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ കാണിച്ച് പ്രതികരിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ രേണുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, രേണു ഇപ്പോ
ഇതിന് ഇങ്ങനെ ഒരു മറുപടി ആയിട്ട് വരേണ്ട ഒരു കാര്യവുമില്ല. രേണുവിന്റെ മറുപടി നമുക്കൊന്ന് കാണണ്ടേ? അത് കണ്ടിട്ട് ബാക്കി പറയാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാന്നെ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞോണ്ട്. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാ പോലും എനിക്ക് ഇനി ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്? നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തും എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കോ? നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അബദ്ധഘട്ടങ്ങളിൽ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എന്റെ വീട്ടുകാർ തന്നെ എന്നെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവന്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്. അതായത് എല്ലാവരും അറിഞ്ഞിട്ട്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു, വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എന്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്തു വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ,
ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, ചാറ്റ് കണ്ടോ, നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്തു വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നുമില്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയേണ്ട ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമടച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊക്കെ 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തു വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിട് കിച്ചു. എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ, കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു, ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേനും കുഴപ്പമില്ല. എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല. എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിങ്ങളുടെയൊക്കെ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല. ടിക്ലായി കിടക്കുന്നുണ്ട്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുക്കോ? നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞതല്ല.
അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ അടക്കം. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകൾ. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്തു വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്തു വിടത്തില്ല മോനെ, ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പോ ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ, ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരുമില്ലാത്തല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കലിരിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പൊ കണ്ടല്ലോ, രേണുവിന്റെ പ്രതികരണവും കണ്ടല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കിച്ചു ഈ ഒരു സമയത്ത് ഈ വീഡിയോ ഒക്കെ കാണിച്ച് ഈ ഒരു പ്രതികരണം അതത്ര ഒരു നല്ല ഏർപ്പാടല്ല. പിന്നെ ഈ ഒരു സമയത്ത് രേണു ആണെങ്കിൽ പോലും വന്നിട്ട് ഇതിനെതിരായിട്ട് കിച്ചുവിന് ഒരു മറുപടി വീഡിയോ ആയിട്ട് വരിക, ഒരുതരം ഭീഷണി. അതിന്റെ ആവശ്യമുണ്ടോ? അവനെന്തോ പറഞ്ഞു, അത് ഇപ്പൊ രേണുവിന് അതിന് ഇങ്ങനെ വന്നിട്ടൊരു മറുപടി പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇവിടെ രേണു ചെയ്തതും ശരിയല്ല, കിച്ചു ചെയ്തതും ശരിയല്ല. കിച്ചു ഇത് പ്രതികരിക്കണമെങ്കിൽ അന്ന് രേണു ഇമാതിരി കാണിച്ചു കൂട്ടിയപ്പോ, ഈ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടിയപ്പോ അന്ന് പ്രതികരിക്കണമായിരുന്നു. അന്ന് ഇതിനെല്ലാം വാപൂട്ടി മിണ്ടാതിരുന്ന കിച്ചു ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് അവര് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയില് അവരെ ഇതൊക്കെ കാണിച്ച് അവർക്കെതിരെ സംസാരിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ രേണു ആണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് വന്നിരുന്നിട്ട് വലിയ രീതിയിൽ ഭീഷണി. ഇപ്പൊ രേണുവിന് ഒരു അസുഖം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ രേണുവിന് തീരെ വയ്യായിരുന്നു, സംസാരിക്കാൻ പോലും വയ്യ, ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ രേണു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ വന്നിരുന്നിട്ട് രേണുവിന്റെ സംസാരം നിങ്ങളൊന്ന് നോക്കിയേ. ഇത് സത്യം പറഞ്ഞാൽ രേണുവിന്റെ അസുഖത്തെ തന്നെ ബാധിക്കും. അപ്പൊ ചിന്തിക്കുക, ഇതിനൊക്കെ കുറച്ചെങ്കിലും ഇതിനെതിരെയൊക്കെ ഒന്ന് പ്രതികരിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആരോഗ്യം തിരിച്ചെടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ്. നമ്മൾ പറഞ്ഞല്ലോ, രേണുവിന്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ രോഗാവസ്ഥയിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാതെ ഇരിക്കുക, കുറച്ച് റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ ഇരിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ കിച്ചു ആണെങ്കിൽ പോലും ഈ വീണ് കിടക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ചവിട്ടുന്നത് അതത്ര നല്ല ഏർപ്പാടല്ല. അത് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും കിച്ചു ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ച് നടത്തി ഈ ഒരു പ്രതികരണം അതത്ര നല്ലതല്ല. ശരിയാണ്, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ അനുഭവിച്ചത്, കാരണം രേണു ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയപ്പോൾ അത് ശരിക്കും അവനും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് പറയേണ്ട സാഹചര്യം ഇതല്ല. എന്റെ ഒരു അഭിപ്രായം ഇതാണ് കേട്ടോ. ഇനി ഇത് കാണുന്ന നിങ്ങൾ തന്നെ പറയൂ, ഈ പറയുന്ന രണ്ടാൾക്കാരും ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? രേണു ചെയ്തതും ശരിയല്ല, കിച്ചു ചെയ്തതും ശരിയല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി നിങ്ങൾ പറയൂ, ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്?